ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സൺഡേ എടുത്തിട്ടുള്ള ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തക്കാളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. രാത്രി പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് രാവിലെ കുറച്ച് ചോറും ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണിത്. നമ്മൾ തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ളവരൊക്കെ അധികം ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയാണിത്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. മെയിനായിട്ട് ഞാൻ ലഞ്ചാണ് കാണിക്കുന്നത്. ദോശയും തക്കാളിക്കറിയൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് ഇനി ഞാൻ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാൻ. മറ്റേ നാട്ടിലെ പോലെയൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകണം, കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ലഞ്ച് ഉണ്ടാക്കണം. ഇന്ന് ലഞ്ചിന് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ 750 ഗ്രാം മട്ടൻ നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് മട്ടൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. 2 പീസ് ഇഞ്ചിയും 10 പച്ചമുളകും 10-15 ചെറിയ വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയിൽ നിന്ന് കുറച്ച് പുതിനയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താലും മതി. ഞാനിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. 3-4 വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷർ പോയാൽ തുറന്നിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ കുക്കറിലാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് വഴറ്റിയിട്ട് അത് വാടി കളറ് മാറി വന്നപ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 2 തക്കാളിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് തക്കാളി വെന്ത് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇത് അടച്ചു വെക്കാം. തുറന്നിട്ട് തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ഫ്രൈ ചെയ്തതും കുറച്ച് മല്ലിയിലയും പുതിനയും 2 ടീസ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ച മട്ടൻ അതിലെ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫാക്കാം. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായപ്പോൾ 2 ടീസ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അതിലേക്ക് 2 പട്ട 3-4 ഗ്രാമ്പു 3 ഏലക്ക 1 ബേ ലീഫ് ഇതെല്ലാം ഇട്ടിട്ട് അത് മൂത്ത് വന്നപ്പോൾ കഴുകിയിട്ട് വെള്ളം വറുത്ത് വെച്ച ജീരകശാല അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ അരി കുതിർത്ത് വെക്കുകയൊന്നും വേണ്ട. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് അരിയുടെ ഇരട്ടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഒരു 8 മിനിറ്റ് ആകുമ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലെവൽ ചെയ്തിട്ട് വീണ്ടും 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ദം ചെയ്തെടുക്കണം. ആദ്യം റെഡിയാക്കി വെച്ച മട്ടൻ മസാല അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ പകുതി ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാള, കാഷ്യൂ, റൈസിൻസ്, മല്ലിയില അതിൻ്റെ മുകളിൽ ബാക്കി ചോറിട്ടിട്ട് വീണ്ടും ഇതുപോലെ ഫ്രൈ ചെയ്ത സവാള, കാഷ്യൂ, റൈസിൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാലയും 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട്
ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് അടുപ്പിൽ വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.